ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും പ്രിയപ്പെട്ടവരെ സ്വാഗതം. ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വായിക്കുന്നു. പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടരടരുകളായി ജീവിതത്തിൻ്റെ താളുകൾ നമ്മൾ മറിക്കുന്നു. പുസ്തകത്തിൽ വിവിധ ആളുകളെ കണ്ടുമുട്ടുന്നത് പോലെ നമ്മൾ നമ്മെ തന്നെ കണ്ടുമുട്ടുന്നു. പിന്നെ നമ്മളിലെ തന്നെ നന്മയെ നമ്മൾ തൊട്ടുണർത്തുന്നു. So when you read a book, you are reading yourself along with the book that you read. നല്ല പുസ്തകം സത്യത്തിൽ ആത്മാവിൻ്റെ പ്രതിധ്വനി പോലെയാണ്. എഴുതുന്നയാളുടെ ആത്മാവിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രതിധ്വനിയുമായി കൂട്ടിച്ചേരുന്നു. പിന്നെ ദൈവാത്മാവിലേക്കുള്ള ഒരു ജാലകം തുറക്കപ്പെടുന്നു. ആ ജാലകത്തിലൂടെ നമ്മൾ ദൈവത്തിലേക്കും ദൈവം നമ്മളിലേക്കും യാത്ര പുറപ്പെടുന്നു. ഇങ്ങനെ അനുഭവങ്ങളേകുന്ന പുസ്തകങ്ങളെ നല്ല പുസ്തകങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നു. എൻ്റെ കയ്യിൽ വീണ്ടും എനിക്കിഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായ ബെന്നി പുന്നത്തറയുടെ ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന പുസ്തകം. പതിവ് പോലെ ലളിതം, സുന്ദരം, എന്നാൽ ആത്മീയതയുടെ സുഗന്ധം ചുറ്റിലും, വിശുദ്ധിയുടെ ചൈതന്യം അകത്തും പുറത്തും. ഒന്നാമത്തെ ഒരു ചിന്ത, സമയം പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച്. കേരളീയരെ വല്ലാതെ അലട്ടുന്ന ഒരസുഖമാണ് സമയം പാഴാക്കൽ എന്ന അസുഖം. എന്തുകൊണ്ട് ഈ രോഗം മാറുന്നില്ല എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പരിപാടി തുടങ്ങേണ്ട സമയത്ത് തുടങ്ങുന്നതിന് പകരം 1 മണിക്കൂർ വൈകിയാലും നമുക്കൊരു ദുഃഖവും തോന്നാറില്ല. നാം കൊന്നുകളയുന്ന സമയത്തെക്കുറിച്ച് ഓർത്ത് ഒരാളും കണ്ണീരൊഴുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും വെറുതെ പാഴാക്കി കളഞ്ഞ സമയങ്ങളുടെ പേരിൽ ദൈവം നമുക്ക് നരകം വിധിച്ചേക്കും. അതിനെക്കുറിച്ചും നമുക്ക് പേടിയില്ല. നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റിൽ വേറെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും വരില്ല. അപ്പോൾ സമയം പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 14-17 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ, വിവേകികളെ പോലെ ജീവിക്കുവിൻ. സമയം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണത്. വില്യം സിഡ്നി പോർട്ടർ എന്ന ആളെ, അയാളുടെ പേര് നിങ്ങൾ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. ഇദ്ദേഹം അമേരിക്കയിലെ ടെക്സാസിലുള്ള ഓസ്ട്രേലിയയിൽ നാഷണൽ ബാങ്കിലെ കാഷ്യറായിരുന്നു. ആ കാഷ്യറായിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കൽ, അതായത് നമുക്കെന്തെങ്കിലും തുക എടുക്കണമെന്നുണ്ടെങ്കിൽ രജിസ്റ്ററിൽ പേരെഴുതാം, ഒപ്പിടാം, അതിനുശേഷം പണം എടുക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ കാഷ്യറാണ് പണം ചിലവാക്കേണ്ടത്. പിന്നീട് ഇപ്പോൾ $3000 കുറവ് വന്നു. അപ്പോൾ ഇയാളുടെ കാര്യക്ഷമതയില്ലായ്മ പിടിപ്പുകേടായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. വില്യം സിഡ്നി പോർട്ടർ ജയിലിലടക്കപ്പെട്ടു. അയാൾക്ക് വേണമെങ്കിൽ നിരപരാധിത്വത്തെക്കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കി ദേഷ്യത്തോടുകൂടി ഈ സിസ്റ്റത്തിനെതിരെ വല്ലാതെ പിറുപിറുത്തുകൊണ്ടൊക്കെ കഴിച്ചുകൂടാം. പക്ഷെ അദ്ദേഹം ആ ജയിലിലായിരിക്കുന്ന സമയം അതൊരു ഗ്രേസ് ടൈം പോലെയാക്കി മാറ്റി, കൃപയുടെ കുത്തൊഴുക്കിൻ്റെ സമയം. അദ്ദേഹം കഥകൾ എഴുതാൻ തുടങ്ങി. ആ കഥകൾ ഒരുപാട് മനുഷ്യരുടെ നന്മയിലെ തിരിവട്ടങ്ങൾ വീണ്ടും വീണ്ടും ജ്വലിപ്പിച്ച കഥകളായിരുന്നു. വിശ്വസാഹിത്യത്തിൽ ഇത്രയ്ക്കേറെ നന്മ നിറഞ്ഞ കൃതികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം ആ ഗ്രന്ഥകാരനെ നമുക്കെല്ലാം വ്യക്തമായിട്ടറിയാം. ഒ ഹെൻറി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. സുന്ദരം, ഹൃദയത്തെ തൊടുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതിയ കഥകളാണ് ഇത്രയും സുന്ദരമായ പ്രത്യാശയുടെ കഥകളെന്ന് ആർക്കറിയാം? എങ്കിൽ അറിഞ്ഞുകൊള്ളുക. പൗലോസ് ലീഗ ജയിലിൽ അടക്കപ്പെട്ടതുകൊണ്ടാണ് അതിസുന്ദരമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടിയത്. എന്ത് തീക്ഷ്ണമായ സ്നേഹത്താൽ ജ്വലിപ്പിക്കുന്ന ചിന്തകളാണ് പൗലോസ് ലീഗ നമുക്ക് നൽകിയത്. ഇതുപോലെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും ഉണർവോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഭോഷന്മാരാകാതെ
കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഒരുപാട് പാഴാക്കിക്കളഞ്ഞ മണിക്കൂറുകളും സമയങ്ങളുമുണ്ട്. ടി വിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും മുമ്പിലൊക്കെ ചടഞ്ഞിരുന്ന് വെറുതെ ബുദ്ധിയും വികാരങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത് പാവ പോലെ, ചലിക്കുന്ന പാവകളെ പോലെ നമ്മൾ ഒരുപാട് സമയം പാഴാക്കി കളയാറുണ്ട്. അവസാനത്തെ പ്രാർത്ഥന ഇതാണ്: തമ്പുരാനെ പൊറുക്കുക, ഈ ബന്ധനങ്ങളിൽ നിന്നും മോചനം തരിക. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ളൊരു കുറുക്കുവഴി. ആ കുറുക്കുവഴി എന്താണെന്നറിയോ? അത് ഗലാത്യർക്കൊക്കെ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പങ്കുവെക്കുന്ന ഒരു ചിന്തയാണ്. ആകയാൽ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയല്ല അന്വേഷിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാനൊരിക്കലും ദൈവത്തിൻ്റെ ദാസനാകില്ലായിരുന്നു. ഇത് വായിച്ചു കഴിയുമ്പോൾ ഒരു ചോദ്യം വരണം: നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളായിട്ട് മാറും, ഇനി അനിഷ്ടങ്ങൾ ഇഷ്ടങ്ങളായി മാറാം. അപ്പോൾ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തളരും. അതേസമയം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ സംഗതിയാകെ മാറും. മാറി മാറി വരുന്ന ഇഷ്ടങ്ങളാണ്. പണ്ടത്തെ കഥയുണ്ടല്ലോ, അപ്പനും മകനും ചേർന്ന് കഴുതയെ വാങ്ങിച്ച് മടങ്ങിപ്പോരുകയാണ്. യാത്ര ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോൾ വഴിപോക്കരിൽ ഒരാൾ പറയുന്നു, ഒന്നാന്തരം കഴുത. എന്നിട്ട് രണ്ടുപേരും അതിനെ വെറുതെ നടത്തിക്കൊണ്ട് പോകുന്നു, കൂടെ നടക്കുന്നു. ഇവരും കഴുതകൾ തന്നെ. അപ്പോൾ അപ്പന് ചിന്ത. അപ്പം പറഞ്ഞു, മകനെ കഴുതപ്പുറത്തിരിക്കുക, ഞാൻ നടന്നുകൊള്ളാം. മകൻ കഴുതപ്പുറത്ത് ചാടിക്കയറി യാത്ര തുടർന്നു. അപ്പോൾ മറ്റൊരാൾ പറയുന്നു, കണ്ടില്ലേ, വൃദ്ധനെ നടത്തിയിട്ട് ചെറുപ്പക്കാരൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു, അഹങ്കാരി. അപ്പോൾ അവൻ താഴെ ഇറങ്ങി അപ്പനെ കയറ്റി. അപ്പോൾ മറ്റൊരാൾ കമൻറ്റ് ചെയ്യുന്നു, ഇതാ കണ്ടില്ലേ, അപ്പൻ അയാൾ കഴുതപ്പുറത്തിരുന്ന് സവാരി നടത്തുന്നു, പാവപ്പെട്ട മകനെ ഈ പെരുവഴിയിൽ വെയിലറ്റ് നടക്കാൻ അനുവദിക്കുന്നു. എന്തൊരു മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും മകനും കഴുതപ്പുറത്ത് കയറിയിരുന്നു. മൃഗസ്നേഹി കമൻറ്റ് ചെയ്യുന്നു, കണ്ടില്ലേ, ആ പാവം മൃഗത്തെ വല്ലാതെ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, രണ്ടുപേരും കൂടി അതിൻ്റെ ദേഹത്ത് വല്ലാത്ത ഭാരം പോലെ കയറിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു മുള വടിയിൽ കഴുതയെ കെട്ടി അതിനെ ചുമന്നു നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്യുന്നു, ദാ രണ്ട് കഴുതകൾ ഒരു കഴുതയെ ചുമന്നുകൊണ്ട് പോകുന്നു. പിന്നെന്തു പറ്റി കാണും അപ്പനും മകനും? അറിഞ്ഞുകൂടാ. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റാനും മറിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക ആദ്യം, ബാക്കിയെല്ലാം നൽകപ്പെടും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഹില്ലേൽ എന്ന യഹൂദ പണ്ഡിതനെ സമീപിച്ച് ഒരാൾ ചോദിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞുതരിക, തോറയുടെ സാരസംഗ്രഹം എന്താണ്? പെട്ടെന്ന് തന്നെ ഹില്ലേൽ പറഞ്ഞു കൊടുത്തു. തോറയുടെ മുഴുവൻ സത്ത ഒരൊറ്റ വാചകമാക്കി പറയാം: നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തോ അത് മറ്റുള്ളവർക്ക് നൽകുക. സിമ്പിൾ. ഡു ടു അതേഴ്സ് ദാറ്റ് യു വാണ്ട് അതേഴ്സ് ടു ഡു ടു യു. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തോ അത് മറ്റുള്ളവർക്കും കൊടുക്കുക. അതൊരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്നേഹം കൊടുക്കുക. ക്ഷമ പ്രതീക്ഷിക്കുന്നുണ്ടോ? ക്ഷമ കൊടുക്കുക. പരിഗണന കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തി നേടുന്ന വ്യക്തിയായിട്ട് മാറുന്നു. ഇത് സിമ്പിളാണ്, പക്ഷേ സുവർണ നിയമമാണ്. ഇനി നമ്മൾ ബാധിക്കുന്ന വല്ലാത്ത വേറൊരു രോഗമുണ്ട്, അസംതൃപ്തി എന്ന രോഗം. അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദോരം, മതിയെന്നതാം ഭാവം ശ്രേയസ്സിന് പ്രതിബന്ധം. പഴയ കവിതയാണ്. മതിയെന്ന് പറയാത്ത മനുഷ്യരുണ്ട്. എപ്പോഴും അസംതൃപ്തിയാണ്. എത്ര കിട്ടിയിട്ടും ആർത്തിക്കരം പിന്നെയും നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വേണം എന്ന മട്ടിൽ. പണം ഒരുപാട് കിട്ടിയിട്ടും ഇനിയും പണം വേണം. ഒരുപാട് പരിഗണന കിട്ടിയിട്ടും ഇനിയും പരിഗണന വേണം. എപ്പോഴും ഈ ആർത്തിക്കരം നീട്ടിയിരിക്കുന്ന ഭിക്ഷക്കാരുടെ പോലുള്ള ഒരു വല്ലാത്ത ശബ്ദജന്മം. അതെൻ്റെ ജന്മമാകാം, നിങ്ങളുടെ ജന്മമാകാം. ഈ അസംതൃപ്തി എന്ന രോഗം ബാധിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാൻസിസ് അസീസി ഒന്ന് കണ്ടുമുട്ടുക. സഹോദരൻ മാസയോടൊപ്പം അദ്ദേഹം റോമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഒരു ചെറിയ പട്ടണത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷ അയച്ചു. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ഉറവയുടെ അടുത്തിരിക്കുകയാണ്. ഇരുന്ന് കിട്ടിയ ഭക്ഷണം ഉണക്ക റൊട്ടി ഒരു പാറക്കലിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന്
ഈ ഫ്രാൻസിസ് ഇങ്ങനെ പുലരിവെട്ടം പോലെ പുഞ്ചിരിക്കാൻ തുടങ്ങി. പിന്നെ ചിരിയായി മാറി. എന്നിട്ട് മസിയോട് പറയുന്നു, എന്തൊരു ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഭാഗ്യമോ? എന്താ നമ്മുടെ ഭാഗ്യം? കണ്ടില്ലേ, നമുക്ക് കിട്ടുന്നത് പോലെ ഇത്രയ്ക്കും സുന്ദരമായ കാര്യങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഭക്ഷിക്കാൻ റൊട്ടി, സൂര്യൻ, വെള്ളം, ഭക്ഷണം, എന്തൊരു സമ്പത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങ് എന്താണ് പറയുന്നത്? ഇതൊന്നും നമ്മുടേതല്ലല്ലോ. നമ്മൾക്ക് ഒന്നുമില്ല, മേശവിരിയില്ല, കത്തിയില്ല, പാത്രമില്ല, നല്ല ഭക്ഷണവുമില്ല. അതെല്ലാം ശരി. പക്ഷേ ഈ ഇരന്ന് വാങ്ങിയ റൊട്ടിയിലേക്ക് നോക്കൂ, ശുദ്ധജലത്തിലേക്ക് നോക്കൂ, ഈ വെള്ളക്കല്ലുകളിലേക്ക് നോക്കൂ. എന്തൊരു അത്ഭുതാവഹമാണ്. നമുക്ക് വേണ്ടി ദൈവം എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതാണ് സംതൃപ്തിയുടെ നോട്ടം, ഇതാണ് സംതൃപ്തിയുടെ മനോഭാവം. ഇതില്ലാത്ത വ്യക്തി ജീവിതകാലം മുഴുവൻ ഇരച്ച് അങ്ങനെ കരഞ്ഞ് പരിഭവിച്ച് കെടുത്തിക്കളയും ജീവിതനാളത്തെ. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ലൈഫ്? ഏറെ ഉണ്ടായിരിക്കുന്നതല്ല, ഏറെ ഇല്ലാതിരിക്കുന്നതാണ് സുഖം. ഒരു വട്ടം കൂടി പറയുക നമ്മുടെ മനസ്സിനോട്, ഏറെ ഉണ്ടായിരിക്കുന്നതല്ല, ഏറെ ഇല്ലാതിരിക്കുന്നതാണ് സുഖം. ഈ സുഖം നേടുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. ഒരു മുനി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അയാളുടെ അടുത്തേക്ക് ഒരാൾ ചെന്നു. അയാൾ കേട്ടിട്ടുണ്ട് ആ കാട്ടിൽ ഒരുപാട് നിധിശേഖരങ്ങളുണ്ടെന്ന്. മുനിയോട് ചോദിച്ചു, സത്യമാണോ? കാട്ടിൽ നിധിശേഖരങ്ങളുണ്ടോ? മുനി പറഞ്ഞു, ഉണ്ട്. അകത്ത് വലതുഭാഗത്തേക്ക് ചെല്ലുക, അവിടെ രത്നക്കൂട്ടങ്ങൾ. ഇടതുഭാഗത്തേക്ക് ചെല്ലുക, അവിടെ വിലമതിക്കാനാവാത്ത മരതകക്കൂട്ടങ്ങൾ. ഇങ്ങനെ നിധിയുടെ ശേഖരങ്ങൾ തന്നെ. എല്ലാം എടുത്തുകൊള്ളുക. അയാൾ ഓടിച്ചെന്നു. പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം പെറുക്കിക്കൂട്ടുമ്പോൾ പെട്ടെന്നൊരു ചിന്ത, ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ച് ധ്യാനിച്ചിങ്ങനെ ചിരിയാർന്ന് നിൽക്കുന്ന ആ മുനി, അയാളുടെ ഉള്ളിലുള്ള ഉറവ എന്തായിരിക്കും? എന്തൊരു സംതൃപ്തിയാണ് അയാൾക്ക്. ഈ സംതൃപ്തിയുടെ രഹസ്യം എന്താണ്? അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു നിധിയും വേണ്ടല്ലോ. അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എല്ലാം ഇത്രയ്ക്ക് നിസ്സാരമായി കരുതി ഉപേക്ഷിക്കാൻ താങ്കളെ സഹായിക്കുന്ന ആ ആന്തരിക നിധിയുണ്ടല്ലോ, അത് കണ്ടെത്താൻ എന്നെ സഹായിക്കുമോ? അത് കണ്ടെത്താൻ എന്നെ സഹായിക്കുക, ഞാൻ അങ്ങയുടെ ശിഷ്യനാകാം. അവൻ ശിഷ്യനായി. ഈ ആന്തരിക നിധി, സംതൃപ്തി എന്ന നിധി, അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും തൃപ്തി വരില്ല. മക്കളുടെ സ്നേഹം എത്ര കിട്ടിയാലും തൃപ്തിയാവില്ല. ജീവിത പങ്കാളിയുടെ സ്നേഹം എത്ര കിട്ടിയാലും തൃപ്തി വരില്ല. എന്ത് അധികാരം കിട്ടിയാലും തൃപ്തി വരില്ല. പണം എത്രയൊക്കെ നേടിയാലും ഒന്നും തൃപ്തി വരില്ല. തൃപ്തി ഉള്ളിലാണ്. ആ തൃപ്തി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അടുത്തൊരു ചിന്ത, നിങ്ങളുടെ വീട്ടിൽ രോഗാവസ്ഥയിലുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളെന്ത് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യം ഒരു പ്രേക്ഷിതനോട് ചോദിക്കേണ്ട ആളുകൾ, മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ അയാൾക്ക് ലഭിച്ചു. ഇത്രയും പ്രാർത്ഥനയിൽ നടക്കുന്ന ആൾക്ക് ശാപം പോലെയാണോ അത്? അയാൾ പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ സൃഷ്ടിക്കണമെന്ന് ദൈവത്തിന് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ നന്നായി നോക്കാനും സ്നേഹിക്കാനും കഴിവുള്ള ആരാണുള്ളത് എന്ന് ദൈവം അന്വേഷിച്ചു. അവസാനം ഞങ്ങളെ കണ്ടെത്തി. ദൈവം ഞങ്ങൾക്കൊരു അംഗീകാരം തന്നിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഇത്ര സ്നേഹം വേണം, ഇത്ര കനിവ് വേണം, ഇത്ര നന്മ വേണം. അങ്ങനെ ഒരാളായിട്ട് എന്നെ കണ്ടു, ഞങ്ങളെ കണ്ടു. ഇതൊരു നല്ല ചിന്തയാണ്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വ്യക്തിക്ക് രോഗമോ നിരന്തരമായ പീഡകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ശാപം ദൈവം വർഷിച്ചാണെന്ന് ചിന്തിക്കാതിരിക്കുക. ആ വ്യക്തിയെ പരിപാലിക്കാൻ നിങ്ങൾക്കേ പറ്റൂ എന്ന് ദൈവം ഉറച്ച് വിശ്വസിച്ചതുകൊണ്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ വെച്ച് തന്നതാണ്. ആ കുഞ്ഞിൻ്റെ, ആ ചെറു പക്ഷിയുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. ബ്രേക്ക് ഇറ്റ് ഓർ മേക്ക് ഇറ്റ്, ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്. കർത്താവ് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തന്നെ മാറും. അങ്ങനെ മാറുമ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ സന്തോഷം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഗോദോം ഗമോറ, അവിടുത്തെ ഗന്ധകവർഷവും മറ്റും നടക്കുന്നു, നശിപ്പിക്കുകയാണ്. ലോത്തിൻ്റെ ഭാര്യ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പുറകിൽ എന്താ നടക്കുന്നതെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഉപ്പ് തൂണായി മാറി. ഇനി ഇതൊരു പ്രതീകമായിട്ട് ഈ ഗ്രന്ഥകാരൻ കാണുകയാണ്. ചില മനുഷ്യരൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കും. അത് പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തരം ദുഃഖം കലർന്ന തിരിഞ്ഞോട്ടം, ആവശ്യമില്ലാത്ത തിരിഞ്ഞോട്ടമാണ്. റിഗ്രറ്റോടുകൂടിയുള്ള തിരിഞ്ഞോട്ടം, ദേഷ്യത്തോടുള്ള തിരിഞ്ഞോട്ടം, അനാവശ്യമായിട്ടുള്ള ഗൃഹാതുരത്വത്തിൻ്റെ തിരിഞ്ഞോട്ടം,
മൊത്തത്തിൽ പാസ്റ്റിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പോലെ, ഫ്യൂച്ചറിലേക്ക് കണ്ണുനടുന്നതിന് പകരം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ഉറഞ്ഞു പോവുകയാണ്, ഉപ്പ് പാവ് പോലെ മാറുകയാണ്. അപ്പോൾ പിന്നിൽ അവശേഷിക്കട്ടെ. ഇന്നുകളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുക. ഇന്നുകളിലാണ് പുരോഗതിയും വളർച്ചയും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അകാരണമായ ചിന്തകളാൽ ഭൂതകാലത്തിൽ നമ്മളെ തന്നെ തളച്ചിടേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോവുക. 1871 ചിക്കാഗോ നഗരത്തിൽ വൻ അഗ്നിബാധയുണ്ടായി. നഗരഹൃദയം മുഴുവൻ കത്തിച്ചാമ്പലായി. 3 ദിവസത്തോളം വേണ്ടി വന്നു ഈ ആളിക്കത്തിയ തീ നിയന്ത്രണ വിധേയമാക്കാൻ. എന്താണ് സംഭവിച്ചത്? പിന്നീട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, അല്പം കൗതുകം നിറഞ്ഞ കാര്യമാണ്. ലാറ എന്ന അയർലൻഡിൽ നിന്നും കുടിയേറിയ സ്ത്രീ, അവരുടെ പശുവാണ് ഈ തീപിടുത്തത്തിന് കാരണമായത്. ഈ വൈക്കോൽ തുറുവിനടുത്തായിരുന്നു പശുവിനെ കെട്ടിയിരുന്നത്. അതിൻ്റെ സമീപത്ത് തന്നെ കത്തിച്ചൊരു വിളക്കം വെച്ചിരുന്നു. പശു അറിയാതെ ഒന്ന് തട്ടി ഈ വിളക്ക് താഴെ വീണു. വൈക്കോൽ തുറയിലേക്ക് തീ ആളിപ്പടർന്നു. പിന്നെ ഒരു സ്ഥലം മുഴുവൻ കത്തിച്ചാമ്പലാക്കുന്ന വിധത്തിൽ അഗ്നി പടർന്ന് പന്തലിച്ചു. പലതരത്തിൽ ഇതിനെ ധ്യാന വിഷയമാക്കി മാറ്റുകയാണ് ഗ്രന്ഥകാരൻ. അതിൽ ഒന്ന്, ഈ പശു തട്ടിമറിച്ച് വിളക്കിലെ തീ ആ നിമിഷം വരെ ഉപകാരപ്രദമായിരുന്നു, ആ നിമിഷം വരെ. പക്ഷേ അത് ഈ വിളക്കിലെ തീ വിളക്കിനും പുറത്തേക്ക് പടർന്ന് കത്താൻ തുടങ്ങിയപ്പോൾ തികച്ചും ദോഷകരമായി തീർന്നു. നന്മയാണെങ്കിലും ജ്വലിക്കേണ്ടിടത്തെ ജ്വലിക്കാവൂ, അല്ലെങ്കിൽ അത് തിന്മയായി മാറ്റപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹത്തിൻ്റെ വിളക്ക്, വിശുദ്ധിയുടെ വിളക്ക്, സൽപ്പേരിൻ്റെ വിളക്ക് തട്ടിമറിച്ചിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നാം കൊളുത്തി വെച്ചിട്ട് അശ്രദ്ധരായിട്ട് ഇരിക്കരുത്. അതും നല്ല ചിന്തയാണ്. ഇനി നമ്മളെല്ലാം തിരക്കുള്ള മനുഷ്യരാണ്. അപ്പോൾ അമിതമായ തിരക്ക് വരുമ്പോൾ ആധ്യാത്മികതയുടെ സൗരഭ്യം ഇല്ലാതാകാതെ എങ്ങനെ കാത്തുസൂക്ഷിക്കും? അതിന് ഒരു ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചെറുകഥ. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ഒരു ബക്കറ്റിൽ ആദ്യം വലിയ കല്ലുകൾ കൊണ്ട് നിറച്ചു. എന്നിട്ട് പറഞ്ഞു, നിറഞ്ഞോ? ഉവ് എന്നുത്തരം. കുറേ ചരൽക്കല്ലുകൾ വാരിയെടുത്ത് അതിലിട്ടു. വീണ്ടും ചോദിച്ചു, ബക്കറ്റ് നിറഞ്ഞോ? ഉവ് എന്നുത്തരം. വീണ്ടും അദ്ദേഹം ഒരു ചെറിയ ബക്കറ്റ് എടുത്തു. അതിലുള്ള നേർത്ത മണൽക്കല്ലുകൾ മുഴുവൻ ഈ നിറഞ്ഞിരിക്കുന്ന ബക്കറ്റിലേക്ക് ഇട്ടു. അപ്പോഴും സ്ഥലമുണ്ട്. ഇനിയും സ്ഥലമുണ്ടോ? ബക്കറ്റ് നിറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഉവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കപ്പ് വെള്ളം എടുത്ത് ബക്കറ്റിലേക്ക് ഒഴിച്ചു. അതും ഉൾക്കൊണ്ടു. പരീക്ഷണം കഴിഞ്ഞ് അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്കും പരിശ്രമിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി സമയപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, അതല്ല സന്ദേശം. സന്ദേശം എന്താണ്? ആദ്യം വലിയ കല്ലുകൾ ബക്കറ്റിൽ നിറച്ചു വെച്ചത് കൊണ്ടാണ് പിന്നീട് ചെറിയ വസ്തുക്കൾ അതിൽ നിറക്കാൻ പറ്റിയത്. മണലോ ചരൽക്കല്ലുകളോ ആണ് ആദ്യം നിറച്ചതെങ്കിൽ പിന്നീട് വലിയ കല്ലുകൾക്ക് അതിൽ സ്ഥാനം കിട്ടുകയില്ലായിരുന്നു. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യം സമയം കണ്ടെത്തിയാൽ പിന്നീട് ചെറിയ കാര്യങ്ങൾക്കുള്ള സമയം ലഭ്യമാകും. അപ്രധാനമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ് സമയം തികയാതെ വരുന്നത്. പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്തു കഴിയുമ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് സമയം ധാരാളമായിട്ടുണ്ടാവും. ഇതും ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രയോജനപ്രദമായിട്ട് എന്നെ ഉപയോഗിക്കണമേ എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ലേഖനം ഗ്രന്ഥകർത്താവ് അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മൂല്യവത്താണോ? ചില നേരങ്ങളിലെങ്കിൽ തോന്നിയിട്ടില്ലേ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലെന്ന്, ജീവിതത്തിന് ഒരു മൂല്യമില്ലെന്ന്? ഗ്രന്ഥകർത്താവിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, പണ്ട് നിസാര വിലയ്ക്ക് ഞാനൊരു സ്ഥലം വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ പുതിയ ഹൈവേ ഇതിനടുത്ത് കൂടിയാണ് പോകുന്നത്. അതോടുകൂടി സ്ഥലത്തിൻ്റെ വില കൂടി. നിസാര വിലക്ക് വാങ്ങിച്ചതിന്, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചതിന് ഇപ്പോൾ കോടികളുടെ വില. ഇനി ചിന്തയിലേക്ക് വരികയാണ്. ജീവിതത്തിൽ നമ്മുടെ മൂല്യം കൂടുന്നത് നമ്മുടെ ലോ വേസ് ഹൈ വേസ് ആയി മാറുമ്പോഴാണ്.
ദൈവത്തിൻ്റെ രാജപാതയോട് ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ മൂല്യം കൂടുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ഇപ്പോൾ സാധാരണ റോഡുകളിൽ കുത്തനെയുള്ള കയറ്റങ്ങളും മറ്റുണ്ടായിരിക്കും. എന്നാൽ ഹൈവേ അങ്ങനെയല്ല, കുന്നുകൾ ഇടിച്ച് നിരത്തി കയറ്റങ്ങൾ ഇല്ലാതാക്കും. അവിടുത്തെ വഴി അത് ദൈവത്തിൻ്റെ വഴിയാണ്. അവിടെ കുന്നുകളൊന്നുമില്ല, അത് രാജപാതയാണ്, അത് ഹൈവേ ആണ്. ഈ ഹൈവേയോട് ചേർക്കപ്പെടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വാല്യൂ ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിൻ്റെ പ്രതിധ്വനികൾ നിലക്കുന്നില്ല. പ്രതിധ്വനികൾ എപ്പോഴും നമ്മെ പോസിറ്റീവായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് മൃതരായ മനുഷ്യർ. അവർ ചത്തതിനൊക്കുമേ എന്ന മട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഓർമ്മകളുണ്ടാകട്ടെ, ഓർമ്മപ്പെടുത്തലുകളുണ്ടാകട്ടെ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശോയുടെ ചൈതന്യം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കട്ടെ. ഈശോയുടെ സുവിശേഷങ്ങളായി നാം മാറട്ടെ. ഇതൊരാശംസ, ഇതൊരു പ്രാർത്ഥന. ദൈവം കൂടെ നടക്കട്ടെ. നന്ദി ഒരിക്കൽ കൂടി.